Hello students, welcome back. The new chapter is chemical kinetics. Chemical kinetics is a branch of chemistry which deals with the speed or rate of a chemical reaction. How can we express the rate of a chemical reaction? The rate of a chemical reaction can be expressed in terms of two things. അതായത് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറുന്നുണ്ട്, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്റ്റൻറ്റിന് ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. ആ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഡിക്രീസ് ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ, അതായത് സ്പീഡായിട്ട് എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുതലാണ്. അതായത് അവിടെ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത്. അതേപോലെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് റിയാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷേ ചില റിയാക്ഷനിൽ എന്തായിരിക്കും, റേറ്റ് വളരെ കുറവായിരിക്കും. അതായത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഡിക്രീസ് ചെയ്യുന്നുള്ളൂ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് വെരി സ്ലോ റിയാക്ഷനാണ്. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്, ദാറ്റ് വിൽ ബി വെരി സ്ലോ. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ്റെ, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേംസിലും അതേപോലെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേംസിലും നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടു തിങ്സ്. One is, okay, the rate of decrease in concentration of any one of the reactant and the rate of increase in concentration of any one of the product. ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിലുള്ള ഡിക്രീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലുള്ള ഇൻക്രീസിൻ്റെ ടേംസിൽ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാം. സോ ദ ഡെഫിനിഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, ഒരു യൂണിറ്റ് ടൈമിൽ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഒരു ടൈം T1 റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടുക. റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ R1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ടൈം T2 റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്, R2. ഓക്കെ, അപ്പോൾ R1 എന്നുള്ളത് കുറഞ്ഞിട്ട് R2 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെൽറ്റ R എടുക്കും, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണല്ലോ ന്യൂമറേറ്ററിലുള്ളത്. ഡെൽറ്റ R ഇസ് ഇക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1. ഓക്കെ, അപ്പോൾ അവിടെ എടുത്തിരിക്കുന്ന ടൈം ടേക്കൺ എത്രയാണ്, ഇതിപ്പോൾ ഒരു 0 സെക്കൻഡിൽ നിന്നും ഒരു 5 സെക്കൻഡ് വരെയാണ് എടുത്തതെങ്കിൽ നമ്മളതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 5 മൈനസ് 0 ഇസ് ഇക്വൽ ടു 5. 5 സെക്കൻഡ് അവിടെ എടുത്തിട്ടുണ്ട്. ഇനി 1 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയാണെങ്കിലോ അവിടെ 5 മൈനസ് 1 ഇസ് ഇക്വൽ ടു 4 ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഇസ് ഇക്വൽ ടു T2 മൈനസ് T1. ഓക്കെ, സോ റേറ്റ് ഇസ് ഇക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ എന്ന് വെച്ചാൽ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. സ്പീഡ് അല്ലെങ്കിൽ റേറ്റ്, ഓക്കെ, സ്പീഡ് ഓഫ് എ റിയാക്ഷൻ ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. ആക്ച്വലി നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, കാരണം R2 വിൽ ബി ലെസ് ദാൻ R1, കുറയാണ്, ഡിക്രീസ് ആണ്. അപ്പോൾ റേറ്റ് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. സോ വി പുട്ട് എ നെഗറ്റീവ് ഇൻ ദിസ് ഇക്വേഷൻ. മൈനസ് ഓഫ് R2 മൈനസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ദാറ്റ് ഓൾസോ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. Okay, so this is rate of a chemical reaction. So that is expressed as decrease in concentration of the reactant divided by time taken. അതേപോലെ increase in concentration of product. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ടൈം T1 ആയപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ P1 ആണ്. ഓക്കെ, ടൈം T2 ആയപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ P2 ആണ്. ഇവിടെ ഏതാ കൂടുതൽ, P2 ആണ്, കാരണം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താ, P2 മൈനസ് P1. ഇപ്പോൾ ഉള്ളതും ആദ്യം ഉള്ളതും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇവിടെ P2 കൂടുതലായതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് ഡെൽറ്റ P ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഓക്കെ, സോ ദിസ് ഈസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ദിസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആവറേജ് റേറ്റ്. റേറ്റ് ഓഫ് റിയാക്ഷനെ വേറെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ആവറേജ് റേറ്റ് R ആവറേജ് എന്ന് എടുക്കുക, RAVG. കാരണം ആവറേജ് റേറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ എ പെർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ T2 ആൻഡ് T1. T2 എന്ന് പറയുന്ന ടൈമിൻ്റെയും T1 എന്ന് പറയുന്ന ടൈമിൻ്റെയും ഇടയിലുള്ള ഒരു ടൈം ഇൻ്റർവെല്ലിൽ
കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് എത്ര ഡിക്രീസ് ചെയ്യും, കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എത്ര ഇൻക്രീസ് ചെയ്യും എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, അതാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് അല്ലാണ്ട് മറ്റൊരു റേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിനെ RINST എന്നാണ് ഇത്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓർ അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഒരു 1 മിനിറ്റിൻ്റെയും ഒരു 5 മിനിറ്റിൻ്റെയും ഇടയിൽ എത്ര റിയാക്ഷൻ നടന്നു, അതിൻ്റെ സ്പീഡ് എന്ത് എന്ന് വെച്ചാൽ T1 1 മിനിറ്റും T2 5 മിനിറ്റും എടുത്തു. 1 മിനിറ്റ് ആയിരുന്നപ്പം അതിൻ്റെ കോൺസെൻട്രേഷൻ ഒരു 10 മോളാർ ആയിരുന്നു എന്ന് വിചാരിക്കാം. അത് 5 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ഒരു 2 മോളാർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ റേറ്റ് എന്താണ്? റേറ്റ് ഇസ് ഈക്വൽ ടു 10 മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 1 ആണ്. അതായത് R2 മൈനസ് R1 ഡിവൈഡ് ബൈ R2 മൈനസ് R1 എന്ന് പറയുമ്പോൾ 2 മൈനസ് 10 ആണ് വരിക. ഓക്കെ, നമ്മളിവിടെ ഒരു മൈനസ് ഇടുമ്പോൾ ഞാൻ ആദ്യം എഴുതിയത് ശരിയായിട്ട് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 8 by 5. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. പ്ലസ് 8 by 5 അല്ല, 8 by 4 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്തത്. ഇവിടെ നമ്മളൊരു ടൈം ഇൻ്റർവെൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടീനെ ഞാനൊന്ന് ചെറുതാക്കുകയാണ്. ദാറ്റ് മീൻസ് വെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0 then the time interval is represented as dt. എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റിൻ്റെയും ഒരു 5.01 മിനിറ്റിൻ്റെയും ഇടയിലുള്ള ചേഞ്ച്. അപ്പോൾ അവിടുത്തെ T1 5 ആണെങ്കിൽ T2 എന്ന് പറയുന്നത് 5.01 ആണ്, 5.01. അപ്പോൾ അത്രയും ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് DT. അതിനെയാണ് നമ്മൾ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓർ പെർട്ടിക്കുലർ മൊമെൻറ്റ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ദെൻ ദാറ്റ് ഈസ് DT. സോ R ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഡെൽറ്റ ആറിന് പകരം ഡെൽറ്റ ആർ എന്ന് വെച്ചാൽ R2 മൈനസ് R1 ആണ്. I use DR. That is a small change in concentration in a very small time interval dt. So that is equal to minus delta R ന് പകരം minus dr by dt. Okay, അതേപോലെ that's also is equal to dp by dt. A small increase in concentration of the product divided by time taken. Whenever ഒരു പ്ലസ് ഇട്ട് കൊടുക്കാം, that is used to indicate the increase in concentration, and this is used to indicate the decrease in concentration. Okay, and this is all about average rate and instantaneous rate. Okay, and we can express this average rate and instantaneous rate graphically. എങ്ങനെയാണ് ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം? ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിൽ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ടൈം ടേക്കൺ കൊടുത്തിട്ടുണ്ട്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഇനീഷ്യലി മാക്സിമം ആയിരിക്കും. ആ മാക്സിമം ഉള്ള കോൺസെൻട്രേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു? അത് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇതിങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് റിയാക്ഷൻ കംപ്ലീറ്റഡ് ആണോ എന്ന് നമുക്കറിയില്ല. സോ വി ആർ ലീവിങ് ദാറ്റ് ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കറിയില്ല ഇത് കംപ്ലീറ്റ് ആയോ എന്നുള്ളത്. സോ ദാറ്റ് മേ മീറ്റ് ദ എക്സ് ആക്സിസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റ് ടൈം. അപ്പോൾ അതങ്ങനെ കൊടുത്തു. സോ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം മാക്സിമം ആയിരുന്നു, അത് കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈം, ഒരു ടൈം T1 എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ടൈം T2 എടുത്തിട്ടുണ്ട്. ആ T1 ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട് റിയാക്റ്റൻറ്റിൻ്റെ, ദാറ്റ് ഈസ് R1. അതേപോലെ T2 ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് R2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പിൻ്റെ ഈ y ആക്സിസ് എന്ന് പറയുന്നത് R1 ഉം R2 തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ആൻഡ് ദിസ് ഈസ് T2 മൈനസ് T1, ദാറ്റ് ഈസ് ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ വെൻ വി ടേക്ക് ദ സ്ലോപ്പ് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു y ബൈ എക്സ് ആണ്. അത് ഡിക്രീസ് ആണ് എങ്കിൽ എന്താണ്? മൈനസ് ആയിരിക്കും. സോ ദിസ് ഈസ് y ഇവിടെ ഡെൽറ്റ ആർ ആണ്, dy ബൈ ഡി എക്സ് എന്നാ പറയുക, dy ബൈ ഡി എക്സ് ഇവിടെ dy ചേഞ്ച് dx ഇത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ആൻഡ് ദാറ്റ് ഈസ് അവർ ആർ ആവറേജ് റേറ്റ്. നമ്മൾ പറഞ്ഞ ആവറേജ് റേറ്റ് ആണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഞാനൊരു പെർട്ടിക്കുലർ ടൈം ടി എടുത്തിട്ടുണ്ട്. പെർട്ടിക്കുലർ ടൈം ടി, ഐ വിൽ ചേഞ്ച് ദ കളർ. ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈം ടി എടുത്തിട്ടുണ്ട്. ആ ടിയിൽ നമുക്ക് റിയാക്റ്റൻറ്റിൻ്റെ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. സോ ഐ എം ഡ്രോയിങ് എ ടാൻജൻറ്റ്. ടാൻജൻറ്റ് ഈസ് എ ലൈൻ ദാറ്റ് ടച്ചിങ് വൺ ലൈൻ. ഓക്കെ, വൺ പോയിന്റ്.
എന്നിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുത്തു. ഓക്കെ, അപ്പോൾ ആ സ്ലോപ്പ് എടുത്തപ്പോൾ ഇവിടെ ഒരു ഡി വൈ കിട്ടിയിട്ടുണ്ട്. അതെന്താ? ദാറ്റ്സ് ഈക്വൽ ടു ഡി ആർ, ദാറ്റ് ഈസ് ഡി ആർ, ആൻഡ് ദിസ് ഈസ് ദ ചേഞ്ച്, ദാറ്റ് ഈസ് ഡി ടി. അപ്പോൾ അവിടുന്ന് സ്ലോപ്പ് എടുത്താൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഡിക്രീസ് ആണ്. സോ മൈനസ് ഡി ആർ ബൈ ഡി ടി, മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ആർ ഇൻസ്റ്റന്റേനിയസ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെയും ഓക്കെ അതേപോലെ ആവറേജ് റേറ്റിനെയും സെയിം ഗ്രാഫിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഗ്രാഫ് ഈസ് ഇൻ ടേംസ് ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ ടേംസിൽ എടുത്താൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം 0 ആണ്, പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ അവിടെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഒരു മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു T1 എന്ന് പറയുന്ന ഒരു സമയത്ത് T1ൽ നമ്മൾ ഇവിടെ ഒരു P1 ഉണ്ട്, ഹിയർ ഈസ് എ P1, ആൻഡ് T2 എന്ന് പറയുന്ന സമയത്ത് T2 ആൻഡ് ദർ ഈസ് എ P2. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. സ്ലോപ്പ് ഇതെന്താണ്? ഡെൽറ്റ ടി ആണ്, ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ പി ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ള സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ആണ്. സോ അതുകൊണ്ട് പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ടി, ആ ടൈം ടിയിൽ നമുക്ക് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, ഒരു പോയിന്റ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡ്രോ ദ ടാൻജൻറ്റ്. ആ ടാൻജൻറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഡി പി ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഡി ടി ഉണ്ട്. അപ്പോൾ ആ സ്ലോപ്പ് എടുത്താൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താ? ഡി പി ബൈ ഡി ടി, ആൻഡ് ദാറ്റ് ഈസ് ആർ ഇൻസ്റ്റന്റേനിയസ്. ഇവിടെ പ്ലസ് ഡി പി ബൈ ഡി ടി എന്താ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്താ? ദിസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ആർ ആവറേജ്. സോ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് and in terms of concentration of reactant, we expressed instantaneous rate and average rate. Okay, and this is the graph that is given in your NCERT. This is in terms of concentration of reactant, this is in terms of concentration of product. Here R average, and here R instantaneous, here R average, and here R instantaneous. Okay, അപ്പോൾ ഇത്രയുമാണ് expressing the rate of chemical reaction. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോൾ റേറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. എങ്ങനെയാണെങ്കിലും ന്യൂമറേറ്ററിൽ കോൺസെൻട്രേഷൻ ആണുള്ളത്. ഓക്കെ, അത് ദാറ്റ് മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ്. യൂണിറ്റ് കാണാൻ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്, ടൈം ടേക്കൺ. അപ്പോൾ റേറ്റ് ഈസ് സിംപ്ലി കോൺസെൻട്രേഷൻ ബൈ ടൈം. ദാറ്റ് മേ ബി ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ നമുക്ക് മൊളാരിറ്റി വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം. മൊളാരിറ്റി ബൈ ടൈം ആണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി. സോ മൊളാരിറ്റിൻ്റെത് മോൾ പെർ ലിറ്റർ and time into the second. So the unit of rate is mole per liter per second. Mole per liter per second. നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്, ഗ്യാഷ്യസ് റിയാക്ഷൻ ആണെങ്കിൽ, ഗ്യാഷ്യസ് റിയാക്ഷൻ ഇപ്പോൾ എ ഗ്യാസ് എന്ന് പറയുന്നത് ബി ഗ്യാസ് ആയിട്ട് മാറുകയാണെങ്കിൽ, ഈ ഗ്യാഷ്യസ് റിയാക്ഷൻ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ്. ഓക്കെ, അപ്പോൾ റേറ്റ് ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷന് പകരം ഡിക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് ദ റിയാക്റ്റന്റ്. ഒരു ഗ്യാസിന്റെ റിയാക്റ്റന്റ്, ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറയും. കൂടുതൽ ആളുണ്ടാകുമ്പോൾ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യും, കുറയുമ്പോൾ അത് കുറയും. ഓക്കെ, സോ ഡിക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് ദ റിയാക്റ്റന്റ്, ഗ്യാഷ്യസ് റിയാക്റ്റന്റ്, ഓർ ഇൻക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ്, അങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. സോ റേറ്റ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രൊഡക്റ്റ്, പാർഷ്യൽ പ്രഷർ, ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ പാർഷ്യൽ പ്രഷറിൻ്റെ യൂണിറ്റ് നമുക്ക് ATM എടുക്കാം, ATM അല്ലെങ്കിൽ ബാർ ബൈ സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഈസ് ATM സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഇതും റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് തന്നെയാണ്, ATM സെക്കൻഡ് ഇൻവേഴ്സ് അതല്ലെങ്കിൽ ബാർ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ആൻഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. വാട്ട് ആർ ദ ഫാക്ട്? നമ്മൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ഇക്വേഷൻ എഴുതി, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതി, അതേപോലെ തന്നെ ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്തു, യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അതിൽ ആദ്യത്തത് നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ്.
എല്ലാ റിയാക്റ്റൻറ്റുകളും എല്ലാ പ്രൊഡക്റ്റുകളും ഒരേ റേറ്റിൽ ഒരേ സ്പീഡിലല്ല റിയാക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എവറി കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ദ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സ് ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ്. അപ്പോൾ ഓൾഡ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ന്യൂ ബോണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ A2 + B2 gives 2AB എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടക്കാമെന്ന് വിചാരിച്ചോ. അങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ A2 എന്ന് വെച്ചാൽ A സിംഗിൾ ബോണ്ട് A ആണ്, B2 എന്ന് വെച്ചാൽ B സിംഗിൾ ബോണ്ട് B ആണ്, AB എന്ന് വെച്ചാൽ 2 മോൾ A സിംഗിൾ ബോണ്ട് B ആണ്. അപ്പോൾ റിയാക്ഷൻ നടന്നപ്പോൾ എയും എയും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു, ബിയും ബിയും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു, എയും ബിയും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്തു. സോ ദർ ഇൻവോൾവ്സ് ദ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് between A and B and also there is a formation of bond, a new bond between A and B. അപ്പോൾ അവിടെ ഇത് എത്രത്തോളം എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യുന്നു, അതേപോലെ ഇത് എത്രത്തോളം എളുപ്പത്തിൽ ഫോം ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ബോണ്ടുകൾ ഉണ്ട് എങ്കിൽ, ബോണ്ട് എൻതാൽപ്പി കുറവാണ് എങ്കിൽ, ദ എനർജി റിക്വയർ ടു ബ്രേക്ക് 1 mole ഓഫ് എ കോവാലന്റ് ബോണ്ട് ഈസ് കോൾഡ് ബോണ്ട് എൻതാൽപ്പി. ആ ബോണ്ട് എൻതാൽപ്പി കുറഞ്ഞിട്ടുള്ള റിയാക്ടൻസിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ obviously it depends on the nature of reaction. Also here easiness of the formation of AB എത്രത്തോളം ഈസി ആയിട്ട് ഫോം ചെയ്യും എന്നുള്ളത് അവിടെ അതിന്റെ ബോണ്ട് എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ആ ബോണ്ട് എൻതാൽപ്പി എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ബോണ്ട് എൻതാൽപ്പി കൂടുതൽ എന്ന് വെച്ചാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കണം, എന്ന് വെച്ചാൽ ആ ബോണ്ട് ഫോം ചെയ്യാൻ ഈസി ആയിരിക്കണം. ഓക്കെ, ഒരു ബോണ്ടിന്റെ ബോണ്ട് എൻതാൽപ്പി കൂടുതലാണ് അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണെന്ന് വെച്ചാൽ അത് സ്റ്റേബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് സ്റ്റേബിളും ഇതിൻ്റെത് വളരെ കുറവാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇത് അൺസ്റ്റേബിളും. റിയാക്റ്റൻ്റ് അൺസ്റ്റേബിളും പ്രൊഡക്റ്റ് സ്റ്റേബിളും ആകുമ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്ട്സ് ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ ഈസ് സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു NaOH, ഈ NaOHും HCl തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ NaCl + H2O ഉണ്ടാകുന്ന റിയാക്ഷനാണെന്ന് വിചാരിച്ചു. ഇവിടെ NaOHന്റെ വലിയ ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് HCl ഗ്യാസ് പാസ് ചെയ്താൽ there is no reaction, അല്ലെങ്കിൽ the reactivity or the speed of reaction or the rate of reaction is very low. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ NaOHനെ ചെറിയ ചെറിയ പെല്ലറ്റുകളായിട്ട് അല്ലെങ്കിൽ അക്വ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സോ വലിയ ലംബുകളായിട്ടാണുള്ളത് എങ്കിൽ, വലിയ ബ്ലോക്കുകളായിട്ടാണുള്ളത് എങ്കിൽ റിയാക്ടിവിറ്റി കുറവായിരിക്കും. കാരണം നമ്മൾ ഇതിനെ ചെറിയ പൗഡേർഡ് നേച്ചറിലേക്ക് മാറ്റുമ്പോൾ, നമ്മൾ ഇതിനെ പൗഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും ആൻഡ് ദ റിയാക്ടിവിറ്റി ഇൻക്രീസസ്. സോ സർഫസ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റിയാക്ടിവിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും കൂടും. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേം, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഓക്കെ, and first of all we are going to discuss the effect of concentration of reactant on the rate of a reaction. Okay, അപ്പോൾ there is a law that is called law of mass action. നമ്മൾ ഇക്വിലിബ്രിയത്തിലും വരുന്നുണ്ടത് law of mass action. According to the law of mass action, for a general reaction AA + BB gives CC + DD. The rate is proportional to concentration of A raised to A into concentration of B raised to B. Okay, and rate is equal to a constant K into concentration of A raised to A into concentration of B raised to B, where small letter A and B are stoichiometric coefficient of the reactants. Okay, അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷന് പ്രപ്പോർഷണൽ ആണ്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റിന്, ഓക്കെ, മൾട്ടിപ്ലൈഡ് പ്രൊഡക്റ്റിന് പ്രപ്പോർഷണൽ ആണ്, റേസ്ഡ് ടു ദെയർ റെസ്പെക്റ്റീവ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. അതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഈസ് മോഡിഫൈഡ് ലേറ്റർ. എല്ലാ സമയത്തും ഇതേപോലെ ഈ റേറ്റ് എന്ന് പറയുന്നത് ഈ റേറ്റ് ഇക്വേഷനിലുള്ള ഈ പവർ എയും ബിയും ആയിക്കോളണമെന്നില്ല. ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള എൻ്റെ നമ്പറാണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന റിയാക്ടൻ്റെ നമ്പറാണ് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയും ബിയും തന്നെ ആയിക്കോളണമെന്നില്ല. സംടൈംസ് ഇറ്റ് ബിക്കംസ് അനദർ നമ്പർ. ഇവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് അല്ലാണ്ട് അനദർ നമ്പർ വരുന്നുണ്ട്. ഇറ്റ്സ് ഒബ്വിയസ്ലി എൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു concentration of A raised to X into B raised to Y, and rate is equal to K into concentration of A raised to X into B raised to Y. Okay, this is the modified equation,
and this is known as rate law or rate equation or rate law expression, where x and y, the exponents, the power x and y sometimes equal to a and b. അപ്പോൾ അത് law of mass action ആയിട്ട് മാറും. And sometimes not equal to a and b. Okay, equal ആയിക്കൊള്ളുന്നില്ല. So this x and y, the exponents or the powers x and y is called, അതായത് that is obviously an experimental quantity. എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതായത് നമുക്കൊരു ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ എക്സും വൈയും എന്താണ് എന്ന് എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന റിയാക്ഷനിൽ, ഓക്കെ, 2NH3 എന്ന് പറയുന്ന റിയാക്ഷനിൽ ഇവിടെ N2ൻ്റെ എണ്ണം 1ഉം H2ൻ്റെ എണ്ണം 3ഉം ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പവർ എഴുതുന്ന സമയത്ത് അവിടെ ചിലപ്പം റേറ്റ് ഇക്വേഷനിൽ റേസ് ടു 1, കോൺസെൻട്രേഷൻ ഓഫ് N2 റേസ് ടു 1, കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3 എന്ന് വരാം. ഓക്കെ, അങ്ങനെ വരാത്ത സിറ്റുവേഷൻസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് എയും ബിയും ആണെന്നുള്ളത്. സംടൈംസ് ഇറ്റ് ഈക്വൽ ടു എ ആൻഡ് ബി, സംടൈംസ് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു എ ആൻഡ് ബി. അതായത് എപ്പോഴാണ് എയും ബിക്കും ഈക്വൽ ആവുന്നത്, എപ്പോഴാണ് എയും ബിക്കും ഈക്വൽ അല്ലാതെ വരുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നോൺ ആസ് rate law or rate law expression or rate equation. That means rate law means expressing the rate of a reaction in terms of concentration of the reactant. Reactant in the concentration terms rate express ചെയ്യുന്നതിനെയാണ് rate law എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ K എന്ന് പറയുന്നത് K, that is known as rate constant. Rate constant. Rate constant is a constant for a particular reaction. നമ്മളിവിടെ എന്റെ കോൺസെൻട്രേഷൻ മാറ്റിയാലും ബിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റിയാലും ഓക്കെ, അത് കൂട്ടിയാലും കുറച്ചാലും ഒക്കെ ഈ റേറ്റ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. ഇഫ് യു ആർ ചേഞ്ചിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് റിയാക്ടന്റ് എന്ന് പറയുന്നത് എൻ്റെയോ ബിൻ്റെയോ കോൺസെൻട്രേഷൻ മാറ്റിയാലും റേറ്റ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലോ ഓഫ് മാസ് ആക്ഷൻ. ഓക്കെ, നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ഡിറൈവ് ചെയ്യുന്നത് ലോ ഓഫ് മാസ് ആക്ഷനിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദർ ആർ 2 types of reaction. 2 ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. വൺ ഈസ് നോൺ ആസ് elementary reaction and other is known as complex reaction. Elementary reactions are the reaction which takes place or which completes in a single step. Okay, and complex reactions are the reactions which completes in more than one step. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ കൂടെ പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. 1 step റിയാക്ഷൻസ് ആണ് എന്ത്? ദാറ്റ് ഈസ് നോൺ ആസ് എലമെൻ്ററി റിയാക്ഷൻസ്. അപ്പോൾ ഒരുപാട് റിയാക്ഷൻസ് എലമെൻ്ററി റിയാക്ഷൻസ് ഉണ്ട്, ചില റിയാക്ഷൻസ് കോംപ്ലക്സ് റിയാക്ഷൻസും ഉണ്ട്. അതിൽ കോംപ്ലക്സ് റിയാക്ഷൻ ഒരു എക്സാമ്പിളാണ് 2H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, 2H2O2 gives 2H2O plus O2. Okay, and this is taking place in the presence of an iodide ion. അതായത് അയോഡൈഡ് കാറ്റലിസ്റ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ഇൻ എൻ ആൽക്കലൈൻ മീഡിയം. ഏതെങ്കിലും ഒരു ബേസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് റിയാക്ഷൻ വിൽ ബി ഫാസ്റ്റൻഡ്. ഓക്കെ, അതായത് സ്പീഡിൽ നടക്കും. അപ്പോൾ H2O2ൻ്റെ ഡിക്കമ്പോസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ 2 steps. ഓക്കെ, അതിൻ്റെ ഓവറോൾ സ്റ്റെപ്പാണ് ഞാൻ അവിടെ എഴുതിയത്. പക്ഷേ ഇതിൻ്റെ 2 സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇവിടെ 2 H2O2 ഉണ്ട്. അതിൽ ഒരു H2O2 I- പ്രസൻസിൽ, അയോഡൈഡ് അയോണിൻ്റെ പ്രസൻസിൽ കാറ്റലിസ്റ്റുമായിട്ട് എന്ത് ചെയ്യും? ഇവർ ടെമ്പററി ബോണ്ട് ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് ഫോമിങ് H2O + IO-. ഓക്കെ, അയോഡൈഡും അതേപോലെ ഇതിലൊരു ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊഡക്റ്റ് അല്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ അടുത്ത H2O2, നമുക്ക് 2 H2O2 ഉണ്ട്. അത് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഇന്റർമീഡിയറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ദാറ്റ് ഫോമിങ് H2O + O2 + I-. അവിടെ കാറ്റലിസ്റ്റ് എന്ത് ചെയ്തു? റീജനറേറ്റ് ചെയ്തു. കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവില്ല. ടെമ്പററി ചേഞ്ച് ചെയ്തിട്ട് ഫൈനലി ദാറ്റ് വിൽ ബി റിക്കവേർഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഒരു H2O2 റിയാക്ട് ചെയ്തു, രണ്ടാമതൊരു H2O2 റിയാക്ട് ചെയ്തു. ഇത് നടക്കുന്ന 2 സ്റ്റെപ്പിലാണ്. ആൻഡ് സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നടന്നാൽ അത് എലമെന്ററി റിയാക്ഷൻ, 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റെപ്പുകൾ നടന്നാൽ അത് കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, and the next is a very important term that is used in rate law or rate law expression, and that is order of a reaction. Order of a reaction എന്ന് വെച്ചാൽ that is represented by the letter n, and n is equal to x plus y. X plus y എന്ന് വെച്ചാൽ x and y are the exponents
exponents or the powers in the rate equation. Okay, our rate equation power sum. That means these are order of a reaction is defined as the sum of the powers of the concentrations of the reactants in a rate equation. Our rate equation is rate is equal to K into concentration of A raised to X into B raised to Y. Okay, അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഇവിടെ X-ന്റെയും Y-ന്റെയും sum n is equal to X plus Y. Okay, this is known as order of a reaction. അപ്പോൾ ആ n 0 ആണെങ്കിൽ that is known as zero order reaction. n 1 ആണെങ്കിൽ that is known as first order reaction. n 2 ആണെങ്കിൽ that is known as second order reaction. Okay, and n 3 ആണെങ്കിൽ that is known as third order reaction. Okay, and this is about the order of a reaction. It's a very important quantity. നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കുന്നത് നിങ്ങളെ NCERT ടോപ്പിക് എന്ന് വെച്ചാൽ that's about zero order reaction and first order reaction. സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും നമ്മൾ എന്ത് ചെയ്യും മെൻഷൻ ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻസ് ഉണ്ടാവാം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ടാവാം, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ടാവാം, തേർഡ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ടാവാം. ആൻഡ് ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് ദ sum of the powers of the concentrations of the reactants in a rate equation. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡർ n is equal to x plus y, പവറിൻ്റെ സമ്മാണ്. എക്സും വൈയും എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. സോ ഒബ്വിയസ്ലി ഓർഡർ ഈസ് an experimental quantity. എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഇത് ഈ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഓർഡർ ചിലപ്പോൾ 0 ആവാം, ഓക്കെ, ചിലപ്പം ഫ്രാക്ഷൻ ആവാം, ചിലപ്പോൾ 1/2 ഒക്കെ വരാം, ഫ്രാക്ഷൻ ആവാം, ഓക്കെ, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആവാം. ഓക്കെ, 0 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ് ഹോൾ നമ്പർ. ഇറ്റ് മേ ബിക്കം എ ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്ന് വെച്ചാൽ 0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സ്, ഓർ ഫ്രാക്ഷൻ 1/2, 3/2 ഒക്കെ വരാം, ഓർ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ കുറച്ച് അധികം ഡീറ്റെയിൽസ് ഓർഡറിനെ പറ്റിയിട്ടുള്ള. ഈ ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു A raised to X into B raised to Y. Okay, therefore K is equal to rate divided by concentration of A raised to X into B raised to Y. യൂണിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്റെ കോൺസെൻട്രേഷൻ ആണോ ബിന്റെ കോൺസെൻട്രേഷൻ ആണോ നോക്കേണ്ട ആവശ്യമില്ല, അത് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ റേസ് ടു അതിൻ്റെ പവറാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാണ് ദാറ്റ്സ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ റേസ് ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ റേറ്റ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഐ എം ടേക്കിംഗ് മൊളാരിറ്റി റേസ് ടു എൻ ആണ്. എക്സ് പ്ലസ് വൈ ഈസ് എൻ ഓർഡർ. ഓക്കെ, അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? റേറ്റിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ റേസ് ടു എൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് the unit of rate constant. Okay, mole per liter per second divided by mole per liter raised to n. അപ്പോൾ ഒരു when n is equal to 0, that is known as zero order reaction. അപ്പോൾ zero order reaction K is equal to mole per liter per second divided by mole per liter raised to 0. Any quantity raised to 0 is 1. So the unit of rate constant is mole per ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് വെൻ n is equal to 1, that is known as a first order reaction. K is equal to മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ റേസ് ടു 1. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് പോയാൽ സെക്കൻഡ് ഇൻവേഴ്സ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇറ്റ് ഈസ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഓർഡർ റിയാക്ഷനും തേർഡ് ഓർഡർ റിയാക്ഷനും എല്ലാം ഡിറൈവ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. സെക്കൻഡ് ഓർഡറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സീറോ ഓർഡറിൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറോ ഓർഡറിൻ്റെ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, ഫസ്റ്റ് ഓർഡറിൻ്റെ സെക്കൻഡ് ഇൻവേഴ്സ്, സെക്കൻഡ് ഓർഡറിൻ്റെ മോൾ പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡറിന് നമുക്ക് എന്ത് ചെയ്യാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ തേർഡ് ഓർഡറാണ് എടുക്കുന്നതെങ്കിൽ n is equal to 3 ആണ് എങ്കിൽ K is equal to മോൾ പെർ ലിറ്റർ per second divided by mole per liter raised to 2. That's equal to mole per liter per second divided by mole square liter raised to minus 2. Mole square മേലേക്ക് പോയാൽ mole raised to minus 2, മേലെ ഒരു mole raised to 1 ഉണ്ട്. So that is mole inverse. Okay, അവിടെ second inverse ഉണ്ട്. ലിറ്റർ സ്ക്വയർ ബൈ ലിറ്റർ. ഓക്കെ, മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ലിറ്റർ ആണ്, അല്ലെങ്കിൽ മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം, പിന്നെ അസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഫോർ ഡിഫറെൻറ്റ് ഓർഡർ ദ യൂണിറ്റ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ്. ഓക്കെ, അതേപോലെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു
elementary reaction and complex reaction. അതിലൊരു കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കാം. എക്സാമ്പിൾ H2O2 decomposition that is catalyzed by iodide ion. 2H2O2 in the presence of iodide ion in an alkaline medium to get H2O, 2H2O plus O2. And this is taking place in two steps. The first step is H2O2 നേരത്തെ പറഞ്ഞതാണ് plus the catalyst I minus gives H2O plus IO minus. Okay, and this IO minus is an intermediate complex. And in the second step, the second H2O2 molecule is reacting with IO minus, is colliding with IO minus to form H2O plus O2 plus I minus. അപ്പോൾ ഇവിടെ ഇതെന്താണ്? ഇത് കാറ്റലിസ്റ്റാണ്. കാറ്റലിസ്റ്റ് അവിടെ റിക്കവർ ചെയ്തു. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് വെരി സ്ലോലി ആണ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് നടക്കുന്നത് ഫാസ്റ്റ് ആയിട്ടാണ്. ആൻഡ് യു നോ ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഫസ്റ്റ് മാത്രമാണ്. അപ്പോൾ അവിടെ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റിലെ റിയാക്ടൻ്റ് മാത്രം എടുത്താൽ മതി. റേറ്റ് ഇസ് ഇക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2. ഓക്കെ, സോ കോംപ്ലക്സ് റിയാക്ഷനകത്ത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് മാത്രം എടുത്താൽ മതി റേറ്റ് ഇക്വേഷനിൽ. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ് 2 ആണ്, പക്ഷേ ഇവിടെ പവർ 1 ആണ്. അപ്പോൾ അവിടെ നമ്മളുടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എ ആൻഡ് ബിക്ക് ഈക്വൽ അല്ല. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എ ആൻഡ് ബിക്ക് ഈക്വൽ അല്ല. ഓക്കെ, സോ ദിസ് ഓർഡർ ഈസ് ഈക്വൽ ടു 1 ആണ്. ദിസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷനിൽ നമ്മൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ എന്ന് എഴുതുമ്പോൾ ഈ റിയാക്ഷൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ എൻ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. ഓക്കെ, അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ. The order with respect to A is X, the order with respect to B is Y. ഓക്കെ, ഓവറോൾ റിയാക്ഷൻ്റെ എക്സ് പ്ലസ് വൈ. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ്റ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എക്സും ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി വൈയുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓർഡർ ഓഫ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ഷനിൽ അതൊരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അത് പവറിൻ്റെ സമ്മാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റെ പ്രൊഡക്റ്റിൻ്റെ പവറിൻ്റെ സമ്മാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ the order of the reaction is the order of the slowest step. That means slowest step is the rate determining step. Okay, ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പിന്നെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളുണ്ട്. റേറ്റ് എക്സ്പ്രസ് അതവിടെ പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. അതായത് നമ്മൾ റേറ്റ് ആർ ആവറേജും ആർ ഇൻസ്റ്റൻറ്റേനിയസും ഒക്കെ പറഞ്ഞപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു, അത് ആവറേജ് റേറ്റ് ആണെങ്കിൽ മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾസോ ഇസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. എന്ന് വെച്ചാൽ decrease in concentration of the reactant divided by time taken or increase in concentration of the product by time taken. Okay, ഇനി അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണെങ്കിൽ ഡി മൈനസ് ഡി ആർ ബൈ ഡി ടി അല്ലെങ്കിൽ പ്ലസ് ഡി പി ബൈ ഡി ടി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടില്ല, അതും കൂടി ഇവിടെ ചെയ്യുകയാണ്. സോ എം ജി ഞാൻ എടുക്കുന്നതെല്ലാം എലമെൻ്ററി റിയാക്ഷൻ ആണ്. എം ജി പ്ലസ് സി എൽ ടു ഗീവ്സ് എം ജി സി എൽ ടു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എം ജി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, അതായത് എം ജി എങ്ങനെയാണോ ഡിക്രീസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സി എൽ ടു ഡിക്രീസ് ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ സി എൽ ടു ബൈ ഡെൽറ്റ ടി. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു, അവിടെ എം ജിയും ക്ലോറിനും ഡിക്രീസ് ചെയ്യുമ്പോൾ തന്നെ എം ജി സി എൽ ടു ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ എം ജി സി എൽ ടു ബൈ ഡെൽറ്റ ടി. Okay, the decrease in concentration of any of the reactant is equal to the increase in concentration of the product. Okay, അതേപോലെ തന്നെ വേറെ റിയാക്ഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് 2HI gives H2 plus I2. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ 2HI റിയാക്ട് ചെയ്യുമ്പോൾ ഒരു H2 ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ റേറ്റ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യനോട് ഡിവൈഡ് ചെയ്യണം. -1/2. ഇവിടെ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, അതുകൊണ്ട് അവിടെ കാണുന്നില്ല എന്നുള്ളൂ. -1/2 ഡെൽറ്റ HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു പിന്നെ പ്രൊഡക്റ്റ് പ്ലസ് ഡെൽറ്റ H2 ബൈ ഡെൽറ്റ ടി പ്ലസ് എഴുതണമെന്നില്ല ഇസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ I2 ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ എന്താണോ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ്റ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ അത് മറ്റതിന് ഈക്വൽ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് 5BR മൈനസ്
plus Br5Br minus, not Br2, Br minus plus BrO3 minus plus 6H plus gives 3Br2 plus 3H2O. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 5 ആണ്, റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് മൈനസ് വേണം, -1/5 ഡെൽറ്റ Br മൈനസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ BrO3 മൈനസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ്സ് ഈക്വൽ ടു -1/6 ഡെൽറ്റ H പ്ലസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു +1/3 ഡെൽറ്റ Br2 by delta T, that is equal to +1/3 delta H2O by delta T. എല്ലാ ഇടങ്ങളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെയും എന്താണ് 1 ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്രസിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ either as a decrease in concentration of the reactant or increase in concentration of the product, and rate law and the related എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ഓഫ് എ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.